കത്തോലിക്ക കോൺഗ്രസ് കടുത്തുരുത്തി മേഖലാ പ്രസിഡന്റ് ശ്രീ രാജേഷ് ജെയിംസ് കൂട്ടായിൽ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പം 2-3 ദിവസമായി എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഈ ഒരു സംഭവം ഉണ്ടായിട്ട്. എന്നിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികളെ കണ്ടുപിടിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് 12-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇതിന്റെ അകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പതിവായിട്ട് 2 വർഷമായി അച്ഛൻ ഇവിടെ ഷാലോം പാസ്റ്റർ സെന്ററിലാണ് താമസിക്കുന്നത്. പതിവായിട്ട് 6:30 മുതൽ 7 ഇടയ്ക്കുള്ള സമയത്ത് അച്ഛൻ സന്ധ്യാപ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ സന്ധ്യാഭക്ഷണത്തിനുമായിട്ട് ബിഷപ്പ് ഹൗസിലേക്ക് പോകുന്ന പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ദൂരെ നിന്ന് കാറ് വളരെ സ്ലോയി വരുന്ന അച്ഛൻ കണ്ടു. അച്ഛൻ സ്പീഡിൽ തന്നെ നടന്നു. അപ്പോൾ തന്നെ അച്ഛന്റെ കാലിൽ വന്ന് തട്ടി അച്ഛനെ തെറിപ്പിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ പ്രതികളെ കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സൂചന അങ്ങനെ എന്തെങ്കിലും ലഭിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞോ? കാരണം നമുക്കറിയാം, ഇത്രയും ടെക്നോളജി ഇത്രയും വളർന്ന കാലത്ത് നമ്മുടെ നാട് മുഴുവനും CCTV ക്യാമറകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പം പോലീസ് എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ? തീർച്ചയായും പരാതി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പരാതി കൊടുത്തിരുന്നു. അവിടെ അരമനയുടെ ഭാഗത്തുനിന്നുള്ള CCTVയിലും ഉണ്ട്, ദൃശ്യമുണ്ട്. വൈറ്റ് കളറിലുള്ള ഒരു ലാൻസർ കാറാണ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടെ AI ക്യാമറകളുണ്ട്. മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് കാണുവാൻ സാധിക്കും. AI ക്യാമറകളും മറ്റു സ്വകാര്യ വ്യക്തികളുടെ ക്യാമറകളും എല്ലാം ഉണ്ട്, സ്ഥാപനങ്ങളും ഉണ്ട്. പോലീസിന് ചെറിയ സൂചന കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരു അനക്കവും കണ്ടില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ പോലീസ് പ്രതികളെ സംരക്ഷിക്കാനോ രക്ഷിക്കാനോ ഉള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കുമോ ഇത് പൊങ്ങി വരാതിരിക്കാൻ? ഇപ്പൊ 2-3 ദിവസമായിട്ടും ഇതുപോലൊരു വാർത്ത പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ്? സൂചന ലഭിച്ചു എന്ന് പറഞ്ഞിട്ടും പിന്നീട് വിവരങ്ങളൊന്നും കിട്ടിയതായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരിക്കുവാൻ ഒക്കെ കാരണമായത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നേരായ വഴിക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള പോലെ അല്ല മുന്നോട്ട് പോകുന്നത് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിലാണ് നമ്മൾ പ്രതികരിക്കാനായിട്ട് തയ്യാറായത്. കാര്യമായ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് മുമ്പോട്ടുള്ള അന്വേഷണത്തിൽ കണ്ടില്ല. ഓക്കെ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഒരു സംഭവത്തെ നേരിടാൻ പോകുന്നത് കത്തോലിക്ക കോൺഗ്രസ്? തീർച്ചയായും ന്യായമായ രീതിയിലുള്ള അന്വേഷണം നടത്തി പ്രതികളെ മുൻപോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ അച്ഛന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? അച്ഛനെ ഞാൻ ഹോസ്പിറ്റലിൽ ഇന്നലെ സന്ദർശിച്ചിരുന്നു. അച്ഛന്റെ കാലിന്റെ പെരുവിരലിന് പൊട്ടലുണ്ട്. അതുപോലെ തന്നെ മുട്ടിനും എല്ലാം തൊലി പോയതായിട്ടുണ്ട്. അച്ഛനെ നടക്കുന്നതിനൊക്കെ പ്രയാസമുണ്ട്. അതാണ് ഇപ്പോഴത്തെ അച്ഛന്റെ കണ്ടീഷൻ. ഓക്കെ, ഇത് ഇപ്പം ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതിപ്പം യാദർശികമായിട്ടുണ്ടായത് നമുക്കറിയാം. സീബ്ര ലൈൻ ക്രോസ് ചെയ്തതാണ്. അപ്പം യാദർശികമായിട്ട് അവിടെ ഒരു അപകടം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. നിയമം അനുസരിച്ച് സീബ്ര ലൈനിലെ വാഹനങ്ങൾ സ്പീഡ് കുറച്ച് കൊടുക്കുക എന്നുള്ളതൊരു നിയമമാണ്. അത് അപ്പോൾ മനഃപൂർവ്വം ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അച്ഛന് പതിവായിട്ട് 10-15ഓളം വൈദികർ ഷാലോം പാസ്റ്റർ സെന്ററിലുണ്ട്. അവര് പതിവായിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഭക്ഷണത്തിനുമായിട്ട് പോകാറുണ്ട് അരമനയിലേക്ക്. അത് പോകുന്ന ഒരു 6:30-ക്കും 7-നും ഇടയ്ക്കുള്ള സമയമാണ്. ആ സമയം പതിവാണെന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഞങ്ങളുടെ ഇവിടെ സംശയത്തിന് നിദാനമായിട്ടുള്ളത്. പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്ലോയിൽ വന്ന വണ്ടി പെട്ടെന്ന് വേഗത കൂട്ടുകയായിരുന്നു. അപ്പൊ അതിന് പുറകിലുള്ള കാരണക്കാരായിട്ടുള്ള വ്യക്തികളെ പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം. തീർച്ചയായിട്ടും ഏതുവിധേനയും പ്രതികളെ പിടിക്കേണ്ടത് തന്നെയാണ്. അതിപ്പം ആരായാലും, ഇപ്പം അച്ഛനായാലും ശരി, വേറെ ഒരു സാധാരണക്കാരനായാലും ശരി, സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനം പിടിക്കുക എന്നുള്ളത് അതൊരു കുറ്റകാരം തന്നെയാണ്. ഇനി അത് മനഃപൂർവ്വമാണ് എങ്കിൽ കുറ്റം ചെയ്തവരുടെയും അല്ലെങ്കിൽ ചെയ്ത കുറ്റത്തിൻ്റെയും പ്രാപ്തി കൂടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക്, അല്ലെങ്കിൽ അതുവഴി പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
ശ്രീ രാജേഷ് ജെയിംസ് കൊട്ടായിൽ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേർന്നത്. കത്തോലിക്ക കോൺഗ്രസ് കടുത്തുരുത്തി മേഖലാ പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ രാജേഷ്, വളരെ നന്ദി.